ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുമ്പോൾ ഒരു ബർത്ത്ഡേ ഷൂട്ട് വ്ളോഗാണ്. ആ ഷൂട്ടിൻ്റെ ബിഹൈൻഡ് സീൻസൊക്കെയാണ് ഇന്ന് നമ്മുടെ വ്ളോഗിലുള്ളത്. ഇപ്പോൾ നമ്മൾ ആ മോഡലിനെ പിക്ക് ചെയ്യാനായിട്ട് നമ്മുടെ തൃശ്ശൂർ KSRT സ്റ്റാൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കുട്ടി അവിടെ വരാമെന്നാണ് പറഞ്ഞത്. നമ്മളിതേ ഇപ്പോൾ അവളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അവൾ എവിടെയാണ് നിൽക്കണേന്നുള്ളത്. ഇതാണ് നമ്മുടെ ഭാവന എന്ന് പറയുന്നത്. ഭാവന അവരെ ഹായ് പറയൂ. വ്ളോഗ് തുടങ്ങുന്നുണ്ട്. അതെ അതെ അതെ. അപ്പോൾ ഇന്ന് ഇതാണ് നമ്മുടെ മോഡൽ എന്ന് പറയുന്നത്. ഇന്ന് ഇവളുടെ ഒരു ബർത്ത്ഡേ ഷൂട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇവിടെ ഫാബ് സ്റ്റുഡിയോയിലാണ് ആ കുട്ടീനെ മേക്ക് ഓവർ ചെയ്യണത്. തിരിച്ചു വരുമ്പോ ഇങ്ങനെ ആവില്ലല്ലോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്ഥലം മാറ്റി കളിക്കും. ഞങ്ങൾ വൈകുന്നേരം വിളിക്കും. ചെറായി വേണോ, പിന്നെന്തായിരുന്നു ഫോർട്ട് കൊച്ചി വേണോ, പിന്നെ ഏതാണ് പിന്നെ സ്ഥലം പറയണല്ലോ. അങ്ങനെ ഏതൊക്കെ സ്ഥലങ്ങൾ പറഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ വിളിക്കാറുണ്ട്. സ്ഥലം കൺഫ്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ചെറിയൊരു ബർത്ത്ഡേ ഷൂട്ടാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കേക്ക് മേടിക്കാൻ പോവാനായിട്ട്. ബർത്ത്ഡേ പക്ഷെ ഇന്നൊന്നുമല്ല. എന്താണ് ബർത്ത്ഡേ? പക്ഷെ ഞങ്ങൾ ഇന്ന് കേക്ക് മുറിച്ച് ആഘോഷിക്കുകയാണ്. ദിലീപയുടെ എന്തോ സർപ്രൈസ് ഒക്കെ കൊടുക്കുന്നുണ്ട് കുട്ടിക്ക്. എന്താണ് ദിലീപയുടെ ഏറ്റവും ഇഷ്ടമുള്ള മോഡൽ ആയതുകൊണ്ടാണ്. നല്ലൊരു കൊച്ചാന്നാണ് പറയണത്. അതുകൊണ്ട് ബർത്ത്ഡേ ആയതുകൊണ്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് ഇപ്പൊ പറയണ്ട കേട്ടോ, നമുക്കത് കാണാം. എന്താണ് എനിക്കും അറിയില്ല എന്താ ഗിഫ്റ്റ് എന്നുള്ള കാര്യം. നിനക്കറിയാം എന്താ ഗിഫ്റ്റ് എന്നുള്ള കാര്യം? ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ദിലീപയുടെ ഞാൻ സെറ്റാക്കി വെച്ചതാണ് ഗിഫ്റ്റ് എന്താന്നുള്ളതൊക്കെ. പിന്നെ എന്തെങ്കിലും പറയണോ ദിലീപാണ്? ഭാവനയെ കുറിച്ച് രണ്ടു വാക്കുകൾ സംസാരിക്കും. പറയും, ഭാവന എങ്ങനെയാണ്? സ്മാർട്ടാണ്. കുട്ടി ആയുർവേദ ഡോക്ടറാണ് പഠിക്കണേട്ടാ. ആയുർവേദിക് ഡോക്ടറാണ് പഠിക്കുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും പറയണ്ടോ? എന്തുകൊണ്ടാണ് ആ കുട്ടിയെ മാത്രം ഇഷ്ടപ്പെടാനുള്ള കാരണം? ഇത്രയധികം മോഡൽസ്, ഞാനും ഇങ്ങനെ ഒരു മോഡലായിരുന്നു. പക്ഷെ എനിക്കൊന്നും ഇതുപോലും ചെയ്തിട്ടില്ല. എനിക്കും ഒരു ബർത്ത്ഡേ കഴിഞ്ഞു പോയി. അന്ന് ഇങ്ങനെ വന്നു പോലും ഇല്ല. പക്ഷെ എന്തിനാണ് ഈ സർപ്രൈസ് ഗിഫ്റ്റ്? കേക്ക് മേടിച്ചു കൊടുക്കുന്നു. പിന്നെ കുട്ടിക്ക് എറണാകുളത്ത് ഷൂട്ട് എടുക്കാനാണ് താല്പര്യം എന്ന് പറയുമ്പോൾ എറണാകുളത്ത് പോകുന്നു. കാരണം എന്താണ് റീസൺ? പ്രത്യേകിച്ച് കാരണമില്ലാതെ ആർക്കെങ്കിലും അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ മേടിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ബന്ധപ്പെട്ടാൽ മതി. എല്ലാ ബർത്ത്ഡേ എടുക്കണ്ട. ഇതാണ് ഗിഫ്റ്റ്. എന്താ വലിയ കാര്യമായിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇമാതിരി ചപ്പട്ട വണ്ടിയും കൊണ്ടുവന്നത്, അല്ലാതെ BMW Q7 കൊണ്ടുവന്നിരുന്നെങ്കിൽ ഹർത്താൽ അനുകൂലികളെ കൊണ്ട് തോറ്റു. വന്നേക്കാണ്. ഇതാണ് ഇവിടെ എന്തിന്റെ ബർത്ത്ഡേ ഷൂട്ടിന്റെ ഡ്രസ്സ്. ഇവിടെ എങ്ങനെയുണ്ട് ഗൈസ് അവളുടെ ട്രാൻസ്ഫോർമേഷൻ? അവർക്ക് ഇഷ്ടമായോ? അവളുടെ ഓരോരോ ആഗ്രഹങ്ങൾ കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അവൾക്ക് റോക്കറ്റ് കയറി സഞ്ചരിക്കണമെന്ന്. റോക്കറ്റോ? ആരോ പറഞ്ഞ് പൂതി കയറ്റി വെച്ചിരിക്കുക. അതിനെന്ത് വില വരും? ഒരു 50,000. എനിക്ക് നമ്മളിപ്പോ ഇവിടെ മേക്ക് ഓവർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ പോണത് എവിടെ ദിലീപേട്ടാ? ചെറായി ബീച്ചാണോ? ചെറായാണ് ഷൂട്ട്. കേക്കിന്റെ അവസ്ഥ എന്താന്ന് കേക്ക് പിടിക്കുന്നില്ലേ? കേക്കിന്റെ അവസ്ഥ എന്താന്ന് നമുക്കറിയില്ല. ചെറായി എത്തുമ്പോഴേക്കും കേക്ക് അലിയോ അവൾ അത് വെച്ചിട്ടാണ് ഷൂട്ട് എടുക്കുന്നതല്ല. നമുക്ക് നോക്കി കാണാം. നോർമൽ കേക്ക് എന്നല്ല, കുറെ ബട്ടർഫ്ലൈസ് ഉള്ള ഒരു കേക്കാണ്. ഇതിപ്പോ ശരിക്കും എവിടെ എത്തിയെന്ന് എനിക്കറിയില്ല. അവിടെ ഗൂഗിൾ ചേച്ചിരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ല സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങനെ ഏൽപ്പിച്ചപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്താണ്. ശരിക്കും ഇവരുടെ കൂടെ എന്തിനാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഫുഡ് അടിക്കാൻ വേണ്ടി മാത്രമാണ്. ഓസിന് ഫുഡ് കിട്ടണതല്ലേ എന്ന് വിചാരിച്ച വേണ്ടി മാത്രമാണ് ഞാൻ ഇവരുടെ കൂടെ ഈ ഷൂട്ടിനൊക്കെ പോണത്. ഗായ്സ് നമ്മളിപ്പോൾ ലാസ്റ്റ് ചെറായി തേക്കാണ്. ഇവളുടെയാണ് ഷൂട്ട്.
ഗൈസ് ഇതാണ് അവളുടെ ബർത്ത്ഡേ കേക്ക് എന്ന് പറയണത്. ഇത് ഉണ്ടാക്കിയെന്ന് പറയാം നമ്മുടെ ജിതിന്റെ അനിയത്തിയുടെ വീണ്ടപ്പുറത്തുള്ള ആരോ ആണ്. ഇത് അവളുടെ ഡ്രസ്സിന് മാച്ച് ആയിട്ടാണ് ചെയ്തേക്കണത്. ഇതിപ്പോൾ എന്തെന്നില്ലാണ്ട് ഞങ്ങളിങ്ങനെ നടക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് നല്ലൊരു സ്ഥലം നോക്കിയിട്ട്. പക്ഷെ ഒരു സ്ഥലവും ഞാൻ അവിടെ കണ്ടില്ല. മിനി ഗോവ എന്ന പേര് മാത്രമേ ഉള്ളൂന്ന് തോന്നുന്നു. തന്നതാണ് ആകെ അതിന്റെ ചുണ്ടിലൊക്കെ ആക്കി. കേക്ക് പോരാ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേക്ക്. കേക്ക് പോരാ, ചിലപ്പോ ഈ വെയിലത്തൊക്കെ നിന്നിട്ട് അലിഞ്ഞിട്ടായിരിക്കും. ഇത് നമ്മളിപ്പോൾ മമ്മയുടെ അവിടെ നിന്ന് ഒരു കപ്പയും കക്കിറച്ചിയും കഴിക്കുകയാണ്. കക്കിറച്ചി കുറച്ച് പഴയതായ പോലെ ഉണ്ടായിരുന്നു. ഇതൊക്കെ വെറും ഷോയാണ് ഗൈസ്. നമ്മളിപ്പോൾ എന്താ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ഫോർട്ടിലാണുള്ളത്. നമ്മളാകെ ടയേർഡായി എന്നാണ് പറയണത്. എന്തുപറ്റി പ്രത്യേകിച്ചൊന്നും പറ്റിയില്ലെന്നൊന്നും പറ്റാനില്ല. എന്തൊക്കെ കൊച്ചു പറയുന്നുണ്ട്. ബോധമൊക്കെ പോയെന്ന് തോന്നുന്നു ബീച്ചിൽ ഷൂട്ട് എടുക്കുമ്പോഴേക്കും. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചായ കുടിക്കാനായിട്ടുള്ള സെറ്റപ്പിന് ഷൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ചെറായി ബീച്ചിനെ കുറിച്ച് എന്താ അഭിപ്രായം? ആണോ? എനിക്ക് ചെറായി ബീച്ച് എങ്ങനെയുണ്ട്? മിനി ഗോവ എന്നാണ് ചെറായി ബീച്ചിന് അറിയപ്പെടുന്നത്. കുഴപ്പമില്ല. ആണോ? അപ്പൊ നമ്മളിപ്പോ എന്താ നിനക്ക് ഇന്നത്തെ ഷൂട്ട് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു ആണോ? കഴിഞ്ഞ ഷൂട്ടാ ഇഷ്ടപ്പെട്ടു? ഞാൻ ഉള്ളതുകൊണ്ടല്ലേ. എന്നെ കുറിച്ച് കുറച്ച് ബുക്ക് പറയും. എന്നെ കുറിച്ച് എന്താ അഭിപ്രായം? അങ്ങനെ അഭിപ്രായം എന്ന് വെച്ചാൽ നല്ല കൊച്ചാണ്, നല്ല ഭയങ്കര ജോളിയാണ് ഇവളുടെ കൂടെ പോണത്. പിന്നെ ഇതിൽ കൂടുതൽ പൊക്കാൻ എനിക്ക് പറ്റില്ല. ഇവള് പൊക്കിയല്ലോ. ഇതെല്ലാം സത്യമാണ് ഗൈസ്. ദിലീപേട്ട ഇവൾക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കേണ്ടത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ഈ സ്പോട്ടിൽ വെച്ചാണ് അവൾക്ക് ആ സർപ്രൈസ് കൊടുക്കുന്നത്. അതിനുവേണ്ടി തന്ത്രപരമായിട്ട് ഇവളെ നമ്മളിവിടെ കൊണ്ടുവന്നതാണ്. ഗിഫ്റ്റ് ദിലീപ് വേണ്ട. വാച്ചാണെങ്കിൽ എല്ലാം അങ്ങനെ ആവുള്ളൂ. തിന്നാളൊരു സാധനമാണ് എനിക്ക് ഇഷ്ടപ്പെടും. പക്ഷെ അതിലൊരു സാധനം എനിക്ക് തരും. പിന്നെ ഇതിലൊരു 6 ഉണ്ടോ? ഒരെണ്ണം എനിക്ക് തരും. തരും. അതവൾക്ക് എന്താ മനസ്സിലാവണ്ടേ? പിന്നെ പ്രത്യേകിച്ചൊന്നും എഴുതിട്ടൊന്നുമില്ല. ഇതിൽ പൊട്ടനായതൊന്നും ഒന്നും എഴുതിയില്ല. അതിൽ പറഞ്ഞു എനിക്ക് വേണം തുറക്കാം. എന്ത് പാച്ചായിരിക്കും? എന്ത് നീ തുറക്ക്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയടുത്ത് ഈ മിസ്സയുടെ ഒരു പ്രതിഫലിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നിട്ട് കാണാനായിട്ട്. അപ്പം എടുത്തതാണ് ഈ വീഡിയോ. നല്ല രസമല്ലേ കാണാൻ? ഫുഡ് കഴിക്കുക അതിനുവേണ്ടി മാത്രം ഇവരെ കൂടെ പോയി പോകുന്നു ഞാൻ. നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.